നമസ്കാരം. ഹയർ സെക്കൻഡറിയുടെ അഥവാ കേരള +2വിലെ വിവിധ സബ്ജക്റ്റ് കോമ്പിനേഷനുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. 10ാം ക്ലാസ് വരെ കേരളത്തിൽ പൊതുവായിട്ടുള്ള സിലബസിലാണ് കൂടുതൽ പേരും, ഒരു 90% ആൾക്കാരും പൊതുവായിട്ടുള്ള സിലബസുകൾ പഠിച്ചിട്ടാണ് 10ാം ക്ലാസ് പാസ്സാവുന്നത്. വളരെ ചെറിയൊരു ശതമാനം പേര് ടെക്നിക്കൽ ഹൈസ്കൂൾ കഴിഞ്ഞവരുണ്ടാവാം, അതുപോലെ തന്നെ കലാമണ്ഡലത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടാവും, കുറച്ച് പേര് മിലിറ്ററി സ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടാവും, പിന്നെ വിദേശങ്ങളിൽ പഠിച്ച ആൾക്കാരും മറ്റ് പാഠ്യപദ്ധതികളിൽ ഇന്ത്യയിൽ തന്നെ CBSE, ICSE തുടങ്ങിയിട്ടുള്ള മറ്റ് പാഠ്യപദ്ധതികൾ കഴിഞ്ഞ ആൾക്കാരും ഉണ്ടാകും. എങ്കിലും ബഹുഭൂരിപക്ഷം പേരും സാധാരണ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചിട്ടാണ് 10ാം ക്ലാസ് വരെ എത്തി നിൽക്കുന്നത്. പക്ഷേ 10ാം ക്ലാസ്സിന് ശേഷം ഹയർ സെക്കൻഡറിയിലേക്ക് പ്രവേശനം നേടുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് തിരഞ്ഞെടുപ്പുകളുണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓരോ സ്ട്രീമിലും തന്നെ സബ്ജക്റ്റ് കോമ്പിനേഷൻ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. കേരള +2 പ്രധാനമായിട്ട് 3 ഗ്രൂപ്പുകളിൽ അധിഷ്ഠിതമാണ്: സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്. ഇവ കൂടാതെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്സ് വിഷയങ്ങളിലുള്ള ആർട്സ് ഹയർ സെക്കൻഡറി കോഴ്സ്. പോരാത്തതിന് നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSQF അധിഷ്ഠിതമായിട്ടുള്ള VHSC കോഴ്സുകളും നമുക്ക് ലഭ്യമാണ്. +2വിന് ശേഷം ഏത് മേഖലയിലാണ് ഉപരിപഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഏത് മേഖലയിലുള്ള ജോലിയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്നതിനനുസരിച്ചായിരിക്കണം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം ഹയർ സെക്കൻഡറിയിലെ സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. +2 അഡ്മിഷൻ എടുക്കുമ്പോൾ ഗ്രൂപ്പ് മാത്രമല്ല, അതിലുള്ള സബ്ജക്റ്റ് കോമ്പിനേഷനും വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമുക്കിഷ്ടമുള്ള കോമ്പിനേഷൻ തന്നെ തിരഞ്ഞെടുത്ത് അത്തരം സ്കൂളുകളിൽ തന്നെ അപേക്ഷ കൊടുക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഉപരിപഠനത്തിന് പോകുമ്പോഴേക്കും നമ്മുടെ താല്പര്യമുള്ള ഫീൽഡിലേക്ക് കൂടുതൽ അറിവുകൾ നേടാൻ പറ്റും. കേരള ഹയർ സെക്കൻഡറിയിൽ 3 ഗ്രൂപ്പുകളായിട്ട് ഏകദേശം 46ഓളം സബ്ജക്റ്റ് കോമ്പിനേഷൻ ലഭ്യമാണ്. അതിൽ സയൻസ് വിഭാഗത്തിൽ 10 സബ്ജക്റ്റ് കോമ്പിനേഷനും, കൊമേഴ്സ് വിഭാഗത്തിൽ 4 സബ്ജക്റ്റ് കോമ്പിനേഷനും, ബാക്കി 32ഓളം കോമ്പിനേഷൻ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലായിട്ടാണ് ഉള്ളത്. നമുക്ക് ഇവയൊക്കെ ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഹയർ സെക്കൻഡറിയിൽ സയൻസ് ഗ്രൂപ്പിൻ്റെ കൂടെ 10ഓളം കോമ്പിനേഷനുകൾ നമുക്ക് ലഭ്യമാണ്. സാധാരണ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി. 6 വിഷയങ്ങളിൽ 2 വിഷയം ഭാഷയും 2ാം ഭാഷയുമാണ്. അത് നമ്മളിവിടെ പരാമർശിക്കുന്നില്ല. ഈ ഭാഷ ഒഴിച്ചു നിർത്തിയിട്ടുള്ള 4 വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി. ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു കോമ്പിനേഷനാണ് അത്. ഈ കോമ്പിനേഷനാണ് സാധാരണ ജനറലായിട്ട് കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഹയർ സെക്കൻഡറിക്ക് ശേഷം ചിലപ്പോൾ പല ഇഷ്ടങ്ങളിലും പല ഫീൽഡിലേക്കും മാറി മറിയാം. അപ്പോൾ ഏത് ഫീൽഡിൽ വേണമെങ്കിലും പോകാം എന്നൊരു അഡ്വാൻറ്റേജ് ഈ കോമ്പിനേഷനുണ്ട്. എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്കോ മെഡിക്കൽ സ്ട്രീമിലേക്കോ ഒരേ സമയം പോകാം. അതായത് നീറ്റ് എക്സാമും കീം എക്സാമും ഒരുമിച്ച് എഴുതാൻ പറ്റും ഈ ഒരു കോമ്പിനേഷൻ എടുക്കുക വഴി. അതുപോലെ മറ്റൊരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ഹോം സയൻസ്. ബയോളജി എന്നൊരു വിഷയത്തിന് പകരം ഇവിടെ ഹോം സയൻസ് ആണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. +2വിന് ശേഷം ഹോം സയൻസിൽ ഒരു ഡിഗ്രി ചെയ്യുവാനും അതിൽ ഉപരിപഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ +2വിൽ തന്നെ ഹോം സയൻസ് പഠിക്കുവാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഉള്ളത്. പിന്നീടുള്ള ഒരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇലക്ട്രോണിക്സ്. അതുപോലെ തന്നെ മറ്റൊരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം. ഭാവിയിൽ +2വിന് ശേഷം എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ബയോളജി ഇല്ല, പിന്നീട് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുവാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ജിയോളജി ഡിഗ്രിക്ക് പഠിക്കുവാനും പിന്നീട് PG ലെവലിൽ പോയിട്ട് ഗവേഷണം ചെയ്ത് ജിയോളജിസ്റ്റ് ആവാൻ താല്പര്യമുള്ളവർ ഈ ഒരു കോമ്പിനേഷൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ കോമൺ ആയിട്ട് വരുന്നൊരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. +2വിന് ശേഷം എഞ്ചിനീയറിങ്ങിന് പോകുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്
ഒരു വിഷയമായിട്ട് എടുത്തിട്ട് ഡിഗ്രി അല്ലെങ്കിൽ BCA പോലുള്ള കോഴ്സുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു കോമ്പിനേഷനാണ് കമ്പ്യൂട്ടർ സയൻസ്. ഇവിടെ ബയോളജി പഠിക്കാനില്ല. പിന്നീട് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം എന്ന് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആൾക്കാർ മാത്രമാണ് ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യേണ്ടത്. മറ്റൊരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായിട്ട് പിന്നീട് ഡിഗ്രിക്ക് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരും PG ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഫീൽഡാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഒരു വിഷയം. ഇവിടെയും ബയോളജി പഠിക്കാനില്ല. മെഡിക്കൽ ഫീൽഡിലോട്ട് പിന്നീട് പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിക്കുക വഴി വലിയൊരു അവസരങ്ങൾ ബിരുദ പഠനങ്ങൾക്കും അതിനുശേഷവും ഉണ്ട്. നല്ല ജോലി സാധ്യതകളൊക്കെ ഉണ്ട്. വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനിയുള്ള കോമ്പിനേഷനുകൾ മാത്തമാറ്റിക്സ് ഇല്ലാത്ത സയൻസ് സ്ട്രീമിലുള്ള +2 ആണ്. പലരും പറയാറുണ്ട് കണക്കാണ് പേടി, കണക്ക് പഠിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കും സയൻസ് സ്ട്രീം എടുത്തിട്ട് തന്നെ ഹയർ സെക്കൻഡറി പൂർത്തിയാക്കാവുന്നതാണ്. അതിനുള്ള കോമ്പിനേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലുള്ള ഒരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ് ആൻഡ് ബയോളജി. ബയോളജിയും ഹോം സയൻസും ആണ് ഇതിലൊരു കോമ്പിനേഷനായിട്ട് വരുന്നത്. ഭാവിയിൽ എഞ്ചിനീയറിംഗ് സ്വപ്നം കാണുന്നവർ ഇതെടുക്കാതിരിക്കുക. അല്ലാതെയുള്ള സാധാരണ ബിരുദം, അതുപോലെ മെഡിക്കൽ ബിരുദം, അത്തരം കാര്യങ്ങൾക്കൊക്കെ പോകുവാൻ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നീടുള്ള ഒരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ജിയോളജി. ഇവിടെയും മാത്തമാറ്റിക്സ് ഇല്ല. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചില ഫിസിക്സും കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ ബയോളജി ഇല്ലാത്തത് കൊണ്ട് മെഡിക്കൽ ഫീൽഡിലോട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നീടുള്ള ഒരു കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, സൈക്കോളജി ആൻഡ് ബയോളജി. ഈ സൈക്കോളജി എന്ന് പറയുന്ന വിഷയം +2 കൂടുതലും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുടെ കൂടെ കോമ്പിനേഷനായിട്ടാണുള്ളത്. പക്ഷേ ഇങ്ങനൊരു സയൻസ് കോമ്പിനേഷനും നിലവിലുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, സൈക്കോളജി ആൻഡ് ബയോളജി. ഭാവിയിൽ സൈക്കോളജി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ബയോളജിയും മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഹയർ സെക്കൻഡറി തലത്തിൽ തന്നെ സൈക്കോളജി പഠിക്കാനുള്ള ഒരു അവസരമാണ്. അതും സയൻസ് സ്ട്രീമിൻ്റെ കൂടെ തന്നെ ലഭ്യമാണ്. ഈ കോമ്പിനേഷനുകളിലൊക്കെ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് നമുക്ക് 2 മേഖലകളിലേക്കാണ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ മേഖലകളിലേക്ക് ശ്രദ്ധിക്കുക. സയൻസ് ഗ്രൂപ്പ് പഠിക്കുന്നവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കുമല്ലോ. മാത്തമാറ്റിക്സ് എടുക്കാതെ പഠിക്കുമ്പോൾ ഭാവിയിൽ എഞ്ചിനീയറിംഗ് മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ബയോളജി എടുക്കാതെ പഠിക്കുമ്പോൾ ഭാവിയിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനും ബുദ്ധിമുട്ടുണ്ടാകും. എന്നിരുന്നാലും വ്യക്തമായ ലക്ഷ്യത്തോട് കൂടിയിട്ട് ജിയോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജി, ഹോം സയൻസ് തുടങ്ങിയ മേഖലകളിലാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവ അടങ്ങിയിട്ടുള്ള കോമ്പിനേഷൻ തന്നെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് +2 കൊമേഴ്സിൻ്റെ വിവിധ കോമ്പിനേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ ബാങ്ക് ജോലി, അതുപോലെ ഫിനാൻസ്, ധനവിനിമയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബിസിനസ്, മാനേജ്മെൻറ്റ്, അത്തരം മേഖലകളിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൊമേഴ്സ് ഐച്ഛിക വിഷയമായിട്ട് ഹയർ സെക്കൻഡറിയിൽ തിരഞ്ഞെടുക്കേണ്ടത്. എല്ലാ +2 പോലെ കൊമേഴ്സിനും 6 വിഷയങ്ങളാണ് പഠിക്കുവാനുള്ളത്. അതിൽ 2 ഭാഷാ വിഷയങ്ങളാണ്. ഭാഷ ഒഴികെയുള്ള 4 വിഷയത്തിൻ്റെ കോമ്പിനേഷനുകളാണ് നമ്മൾ പറയുന്നത്. അതിൽ കൊമേഴ്സിൽ പ്രധാനമായിട്ട് 4 തരം കോമ്പിനേഷനുകളാണ് കേരളത്തിൽ ലഭ്യമായിട്ടുള്ളത്. ഈ 4 കോമ്പിനേഷനിലും പഠിക്കേണ്ടുന്ന കോമൺ ആയിട്ടുള്ള 3 വിഷയങ്ങളാണ് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്. 4ാമത്തെ ഒരു വിഷയത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. മാത്സ് ഒരു വിഷയമായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും ഭാവിയിൽ മത്സര പരീക്ഷകളൊക്കെ എഴുതുവാനും എൻട്രൻസ് എക്സാം പോലെയുള്ള ബാങ്കിങ് എക്സാംസ് ഒക്കെ എഴുതുവാൻ മാത്സ് ഒരു വിഷയമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കൊമേഴ്സുകാർക്ക് നല്ലതാണ്. ഒരു അക്കൗണ്ടിങ് പ്രാക്ടീഷണറൊക്കെ ആയിട്ട് പോകുമ്പോഴും പോരാത്തതിന് CA, ICAA പോലുള്ള കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ മാത്തമാറ്റിക്സ് ഒരു വിഷയമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ്. മറ്റൊരു കോമ്പിനേഷനിൽ ഈ മാത്തമാറ്റിക്സിന് പകരമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ സ്ഥിതി വിവര കണക്കുകളുടെ ഒരു കാലമാണ്. ബിഗ് ഡാറ്റ അനാലിസിസിനൊക്കെ വലിയ സാധ്യതകളുണ്ട്.
അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ സ്റ്റാറ്റിസ്റ്റിഷ്യന്മാർക്ക് ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ബിരുദതലത്തിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഹയർ സെക്കൻഡറി തലത്തിൽ തന്നെ ഈ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു കോമ്പിനേഷനാണ് ബിസിനസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ്. പൊളിറ്റിക്കൽ സയൻസ് ആണ് ഇവിടെ കോമ്പിനേഷനായിട്ട് പഠിക്കുവാനുള്ളത്. ബിരുദതലത്തിൽ പൊളിറ്റിക്കൽ സയൻസ് ഒരു വിഷയമായിട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യുക. പിന്നീടുള്ളൊരു കോമ്പിനേഷനാണ് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ഇന്നത്തെ കാലത്ത് കൊമേഴ്സിൽ അക്കൗണ്ടിങ് കംപ്ലീറ്റ് കാര്യങ്ങളും കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഹയർ സെക്കൻഡറി പഠിക്കുമ്പോൾ തന്നെ പലതരം സോഫ്റ്റ്വെയറുകളെ പരിചയപ്പെടാനും പഠിക്കുവാനൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ഒരു വിഷയമായിട്ട് കൊമേഴ്സ് ഹയർ സെക്കൻഡറി എടുക്കുന്നവർക്കും പിന്നീട് ബിരുദതലത്തിൽ കൂടുതൽ സോഫ്റ്റ്വെയറുകളെ പരിചയപ്പെടുവാനുള്ള ഒരു ബേസ് ആയിട്ട് കാണാവുന്നതാണ്. പിന്നെ മാത്തമാറ്റിക്സ് പഠിക്കുവാനും ഇഷ്ടമല്ല, പക്ഷേ കൊമേഴ്സ് ഫീൽഡും വേണം എന്നുള്ളവർക്കും ഈ കമ്പ്യൂട്ടർ സയൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ വ്യത്യസ്തത ഉള്ളത് മാനവിക വിഷയമായ ഹ്യൂമാനിറ്റീസിലാണ്. +2 ഹ്യൂമാനിറ്റീസിൻ്റെ കൂടെ 32 സബ്ജക്റ്റ് കോമ്പിനേഷൻ ലഭ്യമാണ്. ഈ 32 കോമ്പിനേഷനുകളിൽ 17ഓളം കോമ്പിനേഷൻ ഭാഷാ വിഷയങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. സാധാരണ പഠിക്കാനുള്ള ഭാഷയ്ക്ക് പുറമേ ആയിട്ട് സബ്ജക്റ്റ് കോമ്പിനേഷനായിട്ട് ഹ്യൂമാനിറ്റീസിന് കൂടെ ഭാഷാ വിഷയങ്ങളുണ്ട്. +2 ഹ്യൂമാനിറ്റീസിൻ്റെ കൂടെ കാണപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഹിസ്റ്ററിയും എക്കണോമിക്സുമാണ്. ഇവയെ കൂടാതെ ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളും മിക്കവാറും സബ്ജക്റ്റ് കോമ്പിനേഷനുകളുടെ കൂടെ കാണാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സബ്ജക്റ്റ് കോമ്പിനേഷനാണ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ജോഗ്രഫി. ജോഗ്രഫി ഒരു വിഷയമായിട്ടുള്ള ബിരുദ പഠനങ്ങൾക്കും അതിലുള്ള ഒരു കരിയർ ലക്ഷ്യമിടുന്നവർക്കും ഈ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു കോമ്പിനേഷനാണ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി. ഭാവിയിൽ സോഷ്യോളജിയും സോഷ്യൽ വർക്കും ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കോമ്പിനേഷൻ ആലോചിക്കാവുന്നതാണ്. വേറൊരു കോമ്പിനേഷനാണ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ജിയോളജി. ജിയോളജി നമുക്ക് സയൻസ് ഗ്രൂപ്പിൻ്റെ കൂടെയും കോമ്പിനേഷൻ ആയിട്ടുണ്ട്. ഇവിടെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൻ്റെ കൂടെയും ഉണ്ട്. +2 ശേഷം ജിയോളജിയിൽ ഉപരിപഠനം അല്ലെങ്കിൽ അതിലൊരു ജോലി ഒക്കെ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കേണ്ടതാണ്. +2 മ്യൂസിക് ഒരു വിഷയമായിട്ട് ഹ്യൂമാനിറ്റീസിൻ്റെ കൂടെ ലഭ്യമാണ്. സംഗീതം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതിൽ അഭിരുചിയുള്ള ആളുകളൊക്കെ അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഹയർ സെക്കൻഡറി തലത്തിൽ തന്നെ മ്യൂസിക് ഉള്ള ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഭാവിയിൽ അതിനുശേഷം BA മ്യൂസിക് ഒക്കെ ചെയ്യാവുന്നതാണ്. മറ്റൊരു കോമ്പിനേഷനാണ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഗാന്ധിയൻ സ്റ്റഡീസ്. ഗാന്ധിയൻ സ്റ്റഡീസ് ബിരുദ കോഴ്സുകളൊക്കെ ഒരുപാട് ലഭ്യമാണ്. ആ ഒരു ഫീൽഡിലേക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹയർ സെക്കൻഡറിയിൽ ഈ ഒരു കോമ്പിനേഷൻ നോക്കാവുന്നതാണ്. മറ്റൊരു കോമ്പിനേഷനാണ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഫിലോസഫി. തത്വശാസ്ത്രം അഥവാ ഫിലോസഫിയിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് ഫിലോസഫി കോമ്പിനേഷനായിട്ട് വരുന്ന ഹയർ സെക്കൻഡറി ആലോചിക്കാം. മറ്റൊരു കോമ്പിനേഷനാണ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യൽ വർക്ക്. ഹയർ സെക്കൻഡറിക്ക് ശേഷം സാമൂഹിക സേവന മേഖലയിൽ BSW, MSW മുതലായ കോഴ്സുകളൊക്കെ ചെയ്ത് ആ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് +2 തന്നെ സോഷ്യൽ വർക്ക് കോമ്പിനേഷനായിട്ടുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ ഹയർ സെക്കൻഡറിയിൽ സൈക്കോളജി ഒരു കോമ്പിനേഷനായിട്ട് ലഭ്യമാണ്. സൈക്കോളജി സയൻസ് വിഷയത്തിൻ്റെ കൂടെയും ഉണ്ട്, ഹ്യൂമാനിറ്റീസ് വിഷയത്തിൻ്റെ കൂടെയും പഠിക്കാവുന്നതാണ്. ഹ്യൂമാനിറ്റീസിൻ്റെ കൂടെ വരുന്ന വിഷയങ്ങൾ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സൈക്കോളജി. സൈക്കോളജിയിൽ ബിരുദവും ബിരുദാനന്തര പഠനവും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഹയർ സെക്കൻഡറി തലത്തിൽ തന്നെ സൈക്കോളജിയുള്ള കോമ്പിനേഷൻ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു കോമ്പിനേഷനാണ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ആന്ത്രോപോളജി. നരവംശാസ്ത്രം അഥവാ ആന്ത്രോപോളജി ബിരുദതലത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹയർ സെക്കൻഡറിയിൽ ഈ ഒരു സബ്ജക്റ്റ് കോമ്പിനേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഹ്യൂമാനിറ്റീസിൻ്റെ കൂടെയും ഒരു കോമ്പിനേഷനായിട്ട് ലഭ്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രത്യേകത അത് സയൻസ് ഗ്രൂപ്പിൻ്റെ കൂടെയും കൊമേഴ്സ് ഗ്രൂപ്പിൻ്റെ കൂടെയും ഇവിടെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൻ്റെ കൂടെയും സബ്ജക്റ്റ് കോമ്പിനേഷനായിട്ട് ലഭ്യമാണ്. ഇവിടെ പഠിക്കാനുള്ളത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇസ്ലാമിക് ഹിസ്റ്ററി,
ഒരു വിഷയമായിട്ട് ഹയർ സെക്കൻഡറിയിൽ 2 സബ്ജക്റ്റ് കോമ്പിനേഷനുകളുണ്ട്. അവയിലൊന്നാണ് ഇസ്ലാമിക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, പിന്നെ ജിയോഗ്രഫി. വേറൊന്നാണ് ഇസ്ലാമിക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി. ഇസ്ലാമിക് ഹിസ്റ്ററിയിലോ ജിയോഗ്രഫി, സോഷ്യോളജി വിഷയങ്ങളിലൊക്കെ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ 2 കോമ്പിനേഷൻ ആലോചിക്കാവുന്നതാണ്. പ്ലസ് ടുവിൽ ലഭ്യമായ വളരെ രസകരമായ ഒരു കോമ്പിനേഷനാണ് സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി ആൻഡ് ഗാന്ധിയൻ സ്റ്റഡീസ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കോമ്പിനേഷനാണ് സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. മാനവിക വിഷയങ്ങളിൽ ഒരുപാട് പേര് ഉപരിപഠനത്തിന് തിരഞ്ഞെടുക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ വിഷയങ്ങളാണ് ഈ പറഞ്ഞവയൊക്കെ. അതുപോലെ മറ്റൊരു കോഴ്സ് കൂടി ലഭ്യമാണ്, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ആന്ത്രോപോളജി ആൻഡ് സോഷ്യൽ വർക്ക്. ഇവിടെ വ്യത്യസ്തമായ വിഷയങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഭാഷാ വിഷയങ്ങൾ ചേർന്നിട്ടുള്ള കോമ്പിനേഷനാണ്. ശ്രദ്ധിക്കുക, 1ാം ഭാഷയും 2ാം ഭാഷയും പഠിക്കുന്നതിന് കൂടാതെ സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്ന രീതിയിലുള്ള ഭാഷാ വിഷയങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഭാഷയിൽ ഉപരിപഠനം നടത്തുവാനും അതിലൊരു ജോലി, അതായത് അധ്യാപനം, പത്രപ്രവർത്തനം, ഗവേഷണം, ലൈബ്രറി സയൻസ് തുടങ്ങിയ ജോലികളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഭാഷ ഒരു കോമ്പിനേഷനായിട്ടുള്ള ഹയർ സെക്കൻഡറി തിരഞ്ഞെടുക്കാവുന്നതാണ്. മാതൃഭാഷയായ മലയാളം അടിസ്ഥാനമാക്കിയിട്ട് 4 സബ്ജക്റ്റ് കോമ്പിനേഷനാണ് ഹയർ സെക്കൻഡറിയിൽ ലഭ്യമായിട്ടുള്ളത്. അതിലൊന്നാണ് ഹിസ്റ്ററി, എക്കണോമിക്സ്, ജിയോഗ്രഫി ആൻഡ് മലയാളം. വേറൊരു കോമ്പിനേഷനാണ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് മലയാളം. മറ്റൊരു കോമ്പിനേഷനിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി ആൻഡ് മലയാളം. 4ാമതൊരു കോമ്പിനേഷൻ ഹിസ്റ്ററി, എക്കണോമിക്സ്, ഗാന്ധിയൻ സ്റ്റഡീസ് ആൻഡ് മലയാളം. ലോക ഭാഷയായ ഇംഗ്ലീഷ് ഒരു വിഷയമായിട്ട് 4 സബ്ജക്റ്റ് കോമ്പിനേഷനാണ് ഹയർ സെക്കൻഡറിയിൽ ഹ്യൂമാനിറ്റീസിന് കൂടെ ലഭ്യമായിട്ടുള്ളത്. അതിലൊരു കോമ്പിനേഷനാണ് ജേർണലിസം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് സൈക്കോളജി. ഈ കോമ്പിനേഷനിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും പഠിക്കാനുണ്ട്. കൂടാതെ ഭാഷാ വിഷയം എന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് വേറെയും പഠിക്കാനുണ്ടാവും. മറ്റൊരു കോമ്പിനേഷനാണ് എക്കണോമിക്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. മറ്റൊരു കോമ്പിനേഷൻ സോഷ്യോളജി, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഭാവിയിൽ ജേർണലിസത്തിലൊക്കെ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കോമ്പിനേഷനാണ് സോഷ്യൽ വർക്ക്, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ദേശീയ ഭാഷയായ ഹിന്ദി ഒരു വിഷയമായിട്ടുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻ പ്ലസ് ടുവിൽ ലഭ്യമാണ്. അതിലൊന്ന് ഹിസ്റ്ററി, എക്കണോമിക്സ്, ജിയോഗ്രഫി ആൻഡ് ഹിന്ദി. മറ്റൊന്ന് ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി ആൻഡ് ഹിന്ദി. സംസ്കൃതം ഭാവിയിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹയർ സെക്കൻഡറിയിൽ ഭാഷ കൂടാതെ 2 സബ്ജക്റ്റ് കോമ്പിനേഷൻ ലഭ്യമാണ്. അതിൽ പഠിക്കുവാനുള്ള വിഷയങ്ങൾ ഹിസ്റ്ററി, എക്കണോമിക്സ്, സംസ്കൃത സാഹിത്യം, സംസ്കൃത ശാസ്ത്രം. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഹിസ്റ്ററി, ഫിലോസഫി, സംസ്കൃത സാഹിത്യം, സംസ്കൃത ശാസ്ത്രം. ഹയർ സെക്കൻഡറിക്ക് ശേഷം അറബിക്ക് ഒരു വിഷയമായിട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 2 സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ ലഭ്യമാണ്. അതിൽ പഠിക്കുവാനുള്ള വിഷയങ്ങൾ ഹിസ്റ്ററി, എക്കണോമിക്സ്, ജിയോഗ്രഫി ആൻഡ് അറബിക്. മറ്റൊരു വിഷയം ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി ആൻഡ് അറബിക്. ഉറുദു ഒരു വിഷയമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ലഭ്യമാണ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, ജിയോഗ്രഫി ആൻഡ് ഉറുദു. നമ്മുടെ അയൽ സംസ്ഥാന ഭാഷകളായ കന്നഡയും തമിഴും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹയർ സെക്കൻഡറിയിൽ സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ ലഭ്യമാണ്. അതിൽ ഒരു സബ്ജക്റ്റ് കോമ്പിനേഷൻ ഹിസ്റ്ററി, എക്കണോമിക്സ്, ജിയോഗ്രഫി ആൻഡ് കന്നഡ. മറ്റൊന്ന് ഹിസ്റ്ററി, എക്കണോമിക്സ്, ജിയോഗ്രഫി ആൻഡ് തമിഴ്. ഈ പറഞ്ഞത് കൂടാതെ ഹയർ സെക്കൻഡറിയിൽ 2 ഭാഷാ വിഷയങ്ങൾ പഠിക്കാനുണ്ടാകും. അത് ഏത് ഗ്രൂപ്പ് സെലക്ട് ചെയ്താലും അതിൻ്റെ കൂടെ 2 ഭാഷകൾ പഠിക്കാനുണ്ടാവും. ഇംഗ്ലീഷ് 1ാം ഭാഷയായിട്ടും മലയാളം, സംസ്കൃതം, ഹിന്ദി, അറബിക്, ഉറുദു എന്നീ ഭാഷകൾ തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ 2ാം ഭാഷയായിട്ടും പഠിക്കുവാനുണ്ടാകും. ഈ വിഷയങ്ങളിലും ഭാവിയിൽ ഉപരിപഠനം നടത്താവുന്നതാണ്. ഇത്രയൊക്കെ വിഷയങ്ങൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തിലുള്ള സ്കൂളുകളിൽ ഈ കോമ്പിനേഷനുകളൊന്നും തന്നെ കിട്ടണം എന്നില്ല. ഹയർ സെക്കൻഡറി പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ
ഇതേ കോമ്പിനേഷൻ തന്നെ ലഭ്യമായെടുക്കെ പോയിട്ട് പഠിക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. ലഭ്യമായ ജനറലായിട്ട് വരുന്ന വിഷയങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് ലഭ്യമായ സ്കൂളുകളിൽ തിരഞ്ഞെടുക്കുക. ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്ത് നന്നായിട്ട് പഠിക്കുക. ഹയർ സെക്കൻഡറിക്ക് ഏത് വിഷയം എന്നുള്ളതല്ല, അതിനുശേഷം നമ്മളുടെ ഏത് മേഖലയിലേക്ക് പോകണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം ഹയർ സെക്കൻഡറിയിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഗ്രൂപ്പും സബ്ജക്റ്റ് കോമ്പിനേഷനും. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി.